ഹലോ വെൽക്കം ബാക്ക് ടു ഹാറ്റ്സ് കഫേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ചെറിയ അളവിൽ 2 കിലോയോ 1.5 കിലോ ഒന്നും ഇല്ലാതെ വെറും 1/2 കിലോയുടെ ആ മെഷർമെൻറ്റിലാണ് ഞാൻ ടോൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ക്യാൻഡിൽ കേക്കിൻ്റെ മോഡലിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ. കാണുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ക്യാൻഡിൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കത്തിച്ച് വെച്ച നല്ല ഒറിജിനൽ മെഴുകുതിരി കത്തിച്ച് അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ്സാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് പൗഡർ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായതിന് ശേഷം നമ്മൾ കേക്കിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും കൊക്കോ പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടിന് പകരം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിലേക്ക് ഇത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും ഫ്ലഫിനെസ്സും ഒക്കെ. അപ്പോൾ മുട്ട നല്ല ക്രീമി ആവുന്ന വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടികളൊക്കെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്പീഡ് 1-ലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ മിക്സായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് സ്പീഡ് 1-ലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും ഒക്കെ ആ കൂട്ട് കുറേശ്ശെ നമ്മൾ പൊടിയുടെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ല ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പൊടികളും ഈ ചോക്ലേറ്റും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ബട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 5 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ സാധാരണ 1/2 kg ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരല്പം കൂടെ ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എടുക്കുന്ന സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണിത്. അപ്പോൾ അതൊരു 4 ഇഞ്ചൊക്കെ കാണുള്ളൂ. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തൽക്കാലം 5 ഇഞ്ചിൻ്റെ ഈ പാനിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ 5 ഇഞ്ചിൻ്റെ ഈ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ മറ്റേ കേക്കിൻ്റെ അതേ ഷേപ്പിൽ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് ബേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഏകദേശം 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമുമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് പകുതി ക്രീം എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ക്രീമിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് നല്ല ചോക്ലേറ്റ് ഗനാഷ് ക്രീം തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പകുതി പുറമേയുള്ള കോട്ടിങ്ങിനുള്ള ക്രീം മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ ചോക്ലേറ്റ് കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് ക്രീമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്തിട്ട് അതിൽ ഫ്രോസ്റ്റിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്രീം ആദ്യം അടിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് നമുക്കിവിടെ വെച്ച് കൊടുക്കുക. എനിക്കിവിടെ 5 ലെയേഴ്സ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ രണ്ടാമത് വെച്ചിട്ടുള്ളത് 5 ഇഞ്ച് പാൻ ആയതുകൊണ്ട് 2 ലെയർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സെയിം അതേ ടിഫിൻ ബോക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 3 ലെയർ തന്നെ കിട്ടും. അപ്പോൾ ഞാനതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനും അതിനുള്ള ഫില്ലിങ്സൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ ക്യാൻഡിൽ കേക്കിൻ്റെ മോഡലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ള ക്രീം വൈറ്റ് കളർ തന്നെ നമുക്ക് വേണം കേട്ടോ. അങ്ങനെ എല്ലാ ക്രീമും എല്ലാ ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് ലെയർ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് ആവശ്യമുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു 75 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റും പിന്നെ 1/4 കപ്പിനടുത്ത് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ചെറിയൊരു ഓഫ് വൈറ്റ് പോലത്തെ കളറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറിന് പകരം ബദാം മിക്സാണ് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് 1 ഡ്രോപ്പേ വേണ്ടൂ, കൂടുതലായി പോകാൻ പാടില്ല. ഇനി നമുക്കത് കേക്കിലേക്ക് മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം മുഴുവനായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് നീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ലുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൊരു മെഴുകുതിരി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു മെഴുകുതിരി ചെറുതായിട്ട് ആവശ്യമുള്ളത്ര കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് സെൻറ്ററിലൊന്ന് കുത്തി വെച്ചാൽ മതി. പ്രത്യേകിച്ച് അതിന് ഓട്ടയാക്കൊന്നും വേണ്ട. ജസ്റ്റ് കുത്തുമ്പോൾ തന്നെ അത് അടിയിലൂടെ സെറ്റായി നിന്നോളും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് കോമ്പൗണ്ട് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൈഡ് വഴി ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, പിന്നെയും ഡ്രിപ്പ് ചെയ്യുക. അങ്ങനെ 3-4 തവണയായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ തവണ ചെയ്യുമ്പോഴും ജസ്റ്റ് 1-2 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അധികം ലൂസായി പോയതാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര സെറ്റായി കിട്ടും. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാൻഡിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ 1/2 kg മെഷർമെൻറ്റിൽ ടോൾ കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അളവിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലഞ്ച് ബോക്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും. അതുപോലെ ഈ ക്യാൻഡിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്